മരുന്ന് നിർത്തി എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുമോ? വാസ്തവത്തിൽ മരുന്ന് കഴിക്കാനാണോ ഭയക്കേണ്ടത്, മരുന്ന് ഉപേക്ഷിക്കാനാണോ ഭയക്കേണ്ടത്? അപകടം പിടിച്ച മരുന്ന് ഒഴിവാക്കാൻ ഇവർ ഭയപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത്തരം വലിയ ആശങ്കയാണ്. ക്യാൻസറായി പോകുമോ എന്നുള്ള ഭയം. രോഗഭയം എന്നുള്ളത് ചികിത്സാ കച്ചവടത്തിൻ്റെ നട്ടെല്ലാണ്. അത് ശരിക്കും ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷേ അതിൻ്റെ ഉത്തരം എവിടെ നിന്ന് കണ്ടെത്തണം? സംശയത്തിൻ്റെ മുൾമുനയിൽ കൊണ്ടു നിർത്തുന്ന അവസ്ഥയാണുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഈ കച്ചവടമൊക്കെ കൂടി പോകും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ കാലിക പ്രസക്തമായ ഒരു ചർച്ചയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന ചർച്ചകൾ. പലർക്കും ഏത് ചികിത്സ സ്വീകരിക്കണമെന്നുള്ള ഭയവും ആശങ്കയും വർദ്ധിച്ചു വരുന്ന സാഹചര്യം. ഏതെങ്കിലും ചികിത്സയിൽ പോയാൽ അവയവങ്ങൾ നശിച്ചു പോകുമോ, അവയവങ്ങൾ മോഷ്ടിക്കുമോ, അത്തരത്തിൽ ഭയപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് അക്യുപങ്ചർ ചികിത്സയുടെ പ്രാധാന്യം. അതിൽ വളരെയധികം കേരളത്തിൽ പ്രചരിക്കാൻ കാരണക്കാരനായ അക്യുമാസ്റ്റർ ഷുഹൈബ് റിയാദ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ ഗുരു ആണ് അദ്ദേഹം. പൊതുജനങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ ഈ വിഷയത്തിലുണ്ടാകും. അത് നമുക്കൊന്ന് സംസാരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർ, പൊതുവെ ആളുകൾക്ക് ആശങ്കയുള്ളൊരു കാര്യമാണ്, മരുന്ന് കഴിച്ച് ഒരു ശീലത്തിലേക്ക് അവരെത്തുമ്പോൾ മരുന്ന് പെട്ടെന്ന് നിർത്തിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ, മരുന്നില്ലാതെ. അങ്ങനെ ചില ആളുകൾ ചികിത്സയ്ക്ക് വരുമ്പോൾ ചോദിക്കാറ് ഉണ്ട്, മരുന്ന് നിർത്തി എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുമോ? അപ്പോൾ അത്തരം ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് അതിൻ്റെ മറുപടി? പല മരുന്നുകളും കിഡ്നി തകരാറിലാക്കുന്നു, ക്യാൻസർ ഉണ്ടാക്കുന്നു, അങ്ങനെ ഒട്ടനവധി വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട മരുന്നുകൾ കഴിക്കാൻ ഭയക്കുന്നതിന് പകരം അത് ഉപേക്ഷിക്കാൻ ഭയക്കുന്നു. ഇത് വലിയൊരു തമാശയാണ്. വാസ്തവത്തിൽ മരുന്ന് കഴിക്കാനാണോ ഭയക്കേണ്ടത്, മരുന്ന് ഉപേക്ഷിക്കാനാണോ ഭയക്കേണ്ടത്? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഒരു ചികിത്സകനും അവർ കഴിക്കുന്ന മരുന്ന്, അവർ നൽകുന്ന മരുന്ന് അത് ഒരു അപകടവും ഉണ്ടാക്കുന്നില്ല എന്നൊരു വാഗ്ദാനത്തിൻ്റെ പിറകിലാണോ ഈ ആളുകൾക്ക് മരുന്ന് കഴിക്കുന്നത്? അത് മരുന്ന് കഴിച്ചുണ്ടായാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മരുന്ന് കഴിച്ചുണ്ടായതാണ് എന്ന് തെളിയിക്കപ്പെട്ട് നിരോധിക്കപ്പെടുമ്പോൾ ആ മരുന്ന് കഴിച്ച ആൾക്കാർ ആരെങ്കിലും ഡോക്ടർമാരെ പോയി കണ്ട് നിങ്ങൾ തന്ന മരുന്ന് കഴിച്ചതിന് ക്യാൻസർ വന്നിരിക്കുന്നു എന്നൊരു ആക്ഷേപം ഏതെങ്കിലും ഡോക്ടറോട് ആരെങ്കിലും ആരോപിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ അത്രയും അപകടം പിടിച്ച മരുന്ന് ഒഴിവാക്കാൻ ഇവർ ഭയപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് ശരിക്കും ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷേ അതിൻ്റെ ഉത്തരം എവിടെ നിന്ന് കണ്ടെത്തണം, എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതും കൂടി നമ്മളുടെ മുമ്പിലൊരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായിട്ടും. കാരണം സ്വസ്ഥമായി മനുഷ്യൻ ജീവിച്ചിരുന്നൊരു കാലഘട്ടം. ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇത്രയും ആശങ്കകളും ഭയവും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു വീക്ഷണം, നമ്മുടെ ആരോഗ്യ രംഗത്ത് ശ്രദ്ധ കൂട്ടാൻ വേണ്ടിയിട്ട് ആരോഗ്യ മാസികകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആരോഗ്യത്തിന് നല്ലത് എന്നുള്ള പേരിൽ ഒരുപാട് മീഡിയകളിൽ പ്രചരണം വന്നതിന് ശേഷമാണ് ആളുകൾ രോഗത്തെ ഭയക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്തരം പല ആളുകൾക്കും ഭയം, ഒരു തണുപ്പോ ഒരു ചൊറിച്ചിലോ വന്നാൽ ഇത് ക്യാൻസർ ആകുമോ എന്നുള്ള ആശങ്കകൾ വരികയാണ്. അപ്പോൾ ഇങ്ങനെ സ്വന്തം ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾക്ക് പോലും ഭയപ്പെടുന്ന ആളുകളോട് സാറിന് എന്താണ് പറയാനുള്ളത്? അത്തരം വലിയ ആശങ്കയാണ്. ക്യാൻസറായി പോകുമോ എന്നുള്ള ഭയം, രോഗം വെച്ചുകൊണ്ടിരുന്നാൽ കൂടി പോകുമോ എന്നുള്ള ആശങ്ക. അപ്പം അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? വാസ്തവത്തിൽ രോഗമൊരു സത്യമാണ്. രോഗമുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതും ഒരു സത്യമാണ്. രോഗമുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കാൾ എത്രയോ 10 മടങ്ങ് അധികമാണ് രോഗഭയമുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗഭയമുണ്ടാക്കുന്ന മാനസിക അസ്വസ്ഥതകൾ. ഇപ്പോൾ രോഗമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രം ഒരു മനുഷ്യൻ സഹിച്ചാൽ മതി എന്ന അവസ്ഥയിൽ നിന്നും ഇത്തരം ഭയപ്പെടലുകളിലൂടെ രോഗമുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നത്തെക്കാൾ കൂടുതൽ ഇത്തരം ഭയപ്പെടുത്തുന്ന ആ ഭയപ്പാടുകളുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ രോഗികളെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നു. വാസ്തവത്തിൽ ഇന്ന് ചികിത്സാ മേഖല ഒരു കച്ചവട മേഖലയായി മാറിപ്പോയി. അങ്ങനെ കച്ചവട മേഖലയായി മാറിപ്പോയി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ കച്ചവടം കൃത്യമായി നിലനിൽക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം ഭയപ്പെടുത്തലുകളിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹെൽത്ത് സ്റ്റേറ്റ്മെൻറ്റ് അത് ജനങ്ങൾക്ക് ഭയമുണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം, അതൊരു കച്ചവട താല്പര്യമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത്തരം കച്ചവട താല്പര്യമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ജനങ്ങൾ സ്വീകരിക്കുകയും ആ രൂപത്തിൽ ജനങ്ങൾ ഏതൊരു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെയും
അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളായേക്കുമെന്ന് ഭയക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ വലിയ തോതിൽ ഗൂഗിൾ ചെയ്യുന്നതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തെങ്കിലും ചെറിയൊരു കാര്യം, ഒരു നഖത്തിൽ കറുപ്പ് നിറമുണ്ട്, ഈ കറുപ്പ് നിറം എന്താണെന്ന് കൃത്യമായി നിങ്ങൾ ഗൂഗിളിൽ അന്വേഷിക്കാൻ പോയാൽ മിക്കവാറും അത് ഒരു ക്യാൻസർ ആണെന്ന സംശയത്തിൽ കൊണ്ടു നിർത്തുന്ന ഒരവസ്ഥ, സംശയത്തിൻ്റെ മുൾമുനയിൽ കൊണ്ടു നിർത്തുന്ന അവസ്ഥയാണുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഒരു മുഴയോ തടിപ്പോ ചർമ്മത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായ സ്വഭാവമോ കാണുമ്പോൾ ഈ കാര്യത്തെപ്പറ്റി ഒരു വ്യക്തി ഗൂഗിൾ ചെയ്യുമ്പോൾ ആ ഗൂഗിൾ ചെയ്ത വ്യക്തി കൃത്യമായി കിട്ടുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ അത് ക്യാൻസർ ആയേക്കുമോ എന്ന ഭയമാണ്. ആ രീതിയിൽ ഒരു സെറ്റപ്പ് ഗൂഗിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരം രോഗഭയങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾക്കില്ലെങ്കിൽ ഈ ചികിത്സാ കച്ചവടം തന്നെ എന്നോ പൂട്ടിപ്പോയിട്ടുണ്ടാകും. കൃത്യമായി പറഞ്ഞാൽ രോഗഭയം എന്നുള്ളത് ചികിത്സാ കച്ചവടത്തിൻ്റെ നട്ടെല്ലാണ്. ആ നട്ടെല്ല് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ മാഗസിനുകളിലും അല്ലെങ്കിൽ കുടുംബ മാഗസിനുകളിൽ വരുന്ന ആരോഗ്യ പങ്ക്തികളിലും അല്ലെങ്കിൽ മറ്റെല്ലാ അർത്ഥത്തിലുള്ള ആരോഗ്യവുമായി ബന്ധപ്പെട്ട TV ഇൻ്റർവ്യൂകളിലും യൂട്യൂബ് ചാനൽ നോക്കിയാൽ ധാരാളം ആരോഗ്യപരമായ വിഷയങ്ങളെപ്പറ്റി ഡോക്ടറോട് ചോദിക്കുന്ന പരിപാടികളും ഓരോ വിഷയങ്ങളെ പറ്റിയുള്ള കൃത്യമായ വിവരണം എന്ന പേരിലൊക്കത്തിൽ നൽകുന്ന കാര്യങ്ങൾ നോക്കിയാൽ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണുള്ളത്. ഈ ഭയപ്പെടുത്തലുകൾ തന്നെയാണ് ഈ ആരോഗ്യ മേഖലയിലുള്ള ചൂഷണങ്ങളുടെ പിറകിൽ രഹസ്യം. ജനങ്ങൾ ഇതിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഈ കച്ചവടമൊക്കെ പൂട്ടി പോകും.